തൃശൂരിൽ വീണ്ടും ഇറിഡിയം തട്ടിപ്പ് 1.5 കോടി രൂപയോളം നഷ്ടപ്പെട്ടതായി ആലപ്പുഴ സ്വദേശികൾ ഇരിഞ്ഞാലക്കുട പോലീസിൽ പരാതി നൽകി. 2022 മുതൽ വിവിധ ഘട്ടങ്ങളിലായി 121 പേരിൽ നിന്നും 1.5 കോടിയോളം രൂപയാണ് തട്ടിയത്. ഇരിഞ്ഞാലക്കുട സ്വദേശികളായ റോഷനും കുടുംബവും അടക്കം 7 പേർ ചേർന്ന് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, എന്താണ് തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ? ആരാണ് ഈ തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ? ദിവ്യ, വാടാനപ്പള്ളിയിലുള്ള നല്ലറ്റൻകാവ് ക്ഷേത്രത്തിലെ താഴികക്കുടത്തിൽ ഇറിഡിയം ഉണ്ടെന്നും ഇത് അമേരിക്കൻ ഗവൺമെന്റിന് വിറ്റതാണെന്നും വിൽപ്പന തുകയായ 47.5 ലക്ഷം കോടി ഡോളർ RBIയിൽ ഉണ്ടെന്നും പണം ലഭിക്കാൻ 10,000 രൂപ തന്നാൽ 1 കോടിയായി തിരിച്ചു നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇറിഡിയം തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ചേർത്തല സ്വദേശികളായ ജിഷമോൾ, അതുപോലെ തന്നെ കവിത എന്നിവരടക്കം തട്ടിപ്പിനിരയായ സ്ത്രീകളാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. 2022 മുതൽ വിവിധ ഘട്ടങ്ങളിലായി 121 പേരിൽ നിന്നും 1.5 കോടിയോളം രൂപ തട്ടിച്ചു എന്നാണ് ആരോപണം. ഇരിങ്ങാലക്കുട സ്വദേശികളായ റോഷനും കുടുംബവും അടക്കം 7 പേർ ചേർന്ന് ഇത് തട്ടിയെടുത്തു എന്ന് കാണിച്ചാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും കേസിൽ അന്വേഷണം തുടരുകയാണ്. ഇവർ തൊഴിലുറപ്പ് ലോണിലൂടെയും മറ്റ് വരുമാന മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ പണം അടച്ചിട്ടുള്ളതെന്നും പൈസ തിരിച്ചു കിട്ടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. നേരത്തെയും ഇറിഡിയം തട്ടിപ്പ് പല ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്ത് കേട്ടിട്ടുള്ളതാണ്. അതിന് മറ്റൊരു വിവരമാണ് തൃശ്ശൂരിൽ നിന്നും പുറത്തുവരുന്നത്. എന്തായാലും ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. നടരാജ് പരശുറാമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.